ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്. അതായത് DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3 ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. അധികം ആരും ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3 വാങ്ങുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് SD കാർഡ്. അപ്പോൾ SD കാർഡ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, സാൻഡിസ്കിൻ്റെ അൾട്ര. അപ്പോൾ അത് വാങ്ങിയ സമയത്ത് വീഡിയോസ് കാര്യങ്ങളും അതിലിടുന്ന സമയത്ത് സപ്പോർട്ടിംഗ് ആയിരുന്നില്ല. ലൈക്ക് അതിൽ തന്നെ ഒരു മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ഇൻകോൺടാക്റ്റബിൾ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീഡിയോസ് ഫോണിൽ സ്റ്റോപ്പ് ആകും, അതേപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടായി, കളറിൽ വേരിയേഷൻസ് വന്നു. അപ്പോൾ ഇതൊക്കെ മാറാൻ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പറഞ്ഞിട്ടുള്ള ഒരു വേരിയേഷൻ കൂടി, ലൈക്ക് ഒരു ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അതിൽ U3A2V30. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ SD കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. അതേപോലെ തന്നെ ഓസ്മോ പോക്കറ്റ് 3യിൽ ഇൻബിൽട്ട് ആയിട്ട് സ്റ്റോറേജോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ എക്സ്റ്റേണലായിട്ട് SD കാർഡ് വാങ്ങേണ്ടി വരും. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്, ഞാൻ ആദ്യം ഒരു സാൻഡിസ്കിൻ്റെ അൾട്ര വാങ്ങി. അത് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നില്ല. 1 വീക്കിന് അത് യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഫ്രെയിം ഡ്രോപ്സും അതേപോലെ തന്നെ കളറിലും കുറേ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ChatGPTയിൽ സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം മോഡലുള്ള ഒരു വേരിയേഷൻ, ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, അത് വാങ്ങണം. അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യും. ഓക്കെ, ഓൾ ദിസ് മൂക്ക്.